ओम नमो ब्रह्मादिभ्यो ब्रह्मविद्या संव्रताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वो वप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ओम पूर्णमदः पूर्णमिदं पूर्णाद् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ओम शान्ति शान्ति शान्तिः। हरिः ओम श्री गुरुभ्यो नमः। हरिः ओम। എല്ലാവർക്കും പ്രണാമം. ഹരി ഓം. ഓം നമോ നാരായണായ. अथ शुक्लयजुर्वेदीय काण्वशाः बृहदारण्यक उपनिषत् द्वितीयकाण्डं मुनिकाण्डं तृतीय अध्यायं जल्परूप उपपत्ति प्रकरणं प्रथम ब्राह्मणम् अश्वल ब्राह्मणं सप्तम मन्त्रम् अष्टम मन्त्रम्। याज्ञवल्क्य होवाच कदिभिः अयमद्या हृद्भिः होदा अस्मिन् यज्ञे करिष्यति इति तिस्रभिरिधि कथमास्तात् तिस्र इति पुरोनुवाक्या च याज्या च सस्य एव तृतीया किं ताभिः जयति इति यत्किंच इदं प्राणभृत् इति। याज्ञवल्क्य इति होवाच कत्ययमध्या अध्वर्यु अस्मिन् यज्ञे आहूतिः होष्यति इति तिस्र इति कदमाः ताः तिस्र इति याहुता उज्ज्वलन्ति याहुता अधिनेदन्ते याहुता अधिशेरते किं ताभिः जयति इति याहुता उज्ज्वलन्ति देवलोकमेव ताभिः जयति दीप्यत इव हि देवलोकः याहुता अधिनेदन्ते पितृलोकमेव ताभिः जयति अधि इव हि पितृलोकः याहुता अधिशेरते मनुष्यलोकमेव ताभिः जयति अधः इव हि मनुष्यलोकः। യാജ്ഞവൽക്യ മഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് തുടരാം. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. അശ്വലന്റെ പ്രഥമ ചോദ്യങ്ങൾ എല്ലാം മരണത്തെ എങ്ങനെ അധിവർത്തിക്കാമെന്നുള്ളതായിരുന്നു. അതിന് ഉദാഹരണമായി യജമാനന്മാരെ പറഞ്ഞു. ഋഗ്യജു സാമ അഥർവണ വേദങ്ങളിലെ യാഗങ്ങൾ ചെയ്ത് സ്വർഗലോക പ്രാപ്തിക്കായി യാഗമനുഷ്ഠിക്കുന്ന യജമാനൻ ആ യാഗം പൂർത്തീകരിക്കാൻ സാധിക്കോ ഇല്ലയോ എന്നതുപോലും സംശയമാണ്. കാരണം എന്താ, അവർ മരണത്തിൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. അതിനെ എങ്ങനെ അതിവർത്തിക്കും എന്ന് ചോദിച്ചു. അതിന് യാജ്ഞവൽക്യ മഹർഷി മറുപടി പറയുന്നത് നമ്മൾ ആദ്യത്തെ പ്രശ്നങ്ങളിലായി കണ്ടു. അതിനുശേഷം പിന്നീട് വരുന്ന പ്രശ്നങ്ങൾ യാഗങ്ങളെ അധികരിച്ചുകൊണ്ടുള്ളതായിരുന്നു. ഏഴാമത്തെ മന്ത്രത്തിൽ ഋഗ്വേദ യാഗത്തെ അധികരിച്ചുകൊണ്ട് അശ്വലൻ ചോദിച്ചു, ഋഗ്വേദ യാഗത്തിൻ്റെ സ്തുതികളേത്, ആ സ്തുതികളുടെ പേരെന്താണ്, ആ സ്തുതികളുടെ പ്രത്യേകതകൾ എന്താണ്, പിന്നെ ആ സ്തുതികളിലൂടെ ആരാണോ ഋഗ്വേദ യാഗം ചെയ്യുന്നത് അവർക്ക് എന്താണ് ഫലം, ഇതെല്ലാം ആ ചെറിയ ചോദ്യത്തിനും അശ്വലൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് യാജ്ഞവൽക്യ മഹർഷി മറുപടി പറഞ്ഞു. ഋഗ്വേദത്തിൻ്റെ മുഖ്യ ദേവത അല്ലെങ്കിൽ ഋഗ്വേദ യാഗത്തിൻ്റെ മുഖ്യ ദേവത അഗ്നിദേവതയാണ്. അഗ്നിദേവതയെ ആരാണോ യാഗങ്ങളിലൂടെ സ്തുതിക്കുന്നത് അവർക്ക് സ്വർഗലോകപ്രാപ്തി എന്ന ഫലം കിട്ടും. ആ സ്തുതികളുടെ പേരും യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു. എന്താണ് സ്തുതികളുടെ പേര്? പുരോനുവാക്യം, യാജ്യം, ശസ്യം എന്നുള്ള. ആ ദേവതയെ, അഗ്നിദേവതയെ പ്രീതിപ്പെടുത്തുമ്പോൾ ആ യാഗം ചെയ്യുന്ന യജമാനന് കിട്ടുന്ന ഫലം നമ്മൾ കണ്ടിരുന്നു, പ്രാണഭൃത്. അതായത് അവർക്ക് സ്വർഗാദി ലോകങ്ങളിലെ ഉയർന്ന ഭോഗപ്രാപ്തി ലഭ്യമാകുമെന്ന് പറഞ്ഞു. അതിനുശേഷം
ആ ചോദ്യത്തിലും വിജയിച്ചു നിൽക്കുന്ന യാജ്ഞവൽക്യ മഹർഷി അശ്വലൻ വീണ്ടും പ്രശ്നം ഉന്നയിച്ചു. നമ്മളത് കണ്ടു. എട്ടാമത്തെ മന്ത്രത്തിൽ അശ്വലൻ്റെ ചോദ്യം ഇതായിരുന്നു: യജുർവേദ യാഗത്തെ അടിസ്ഥാനപ്പെടുത്തി യജുർവേദ യാഗത്തിൽ ആഹൂതികൾ അർപ്പിക്കുന്ന യജമാനൻ ഏതു വിധത്തിലാണ് ആഹൂതികൾ അർപ്പിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. യജുർവേദ യാഗത്തിൻ്റെ മുഖ്യ ദേവത സൂര്യനാണ്, അല്ലെങ്കിൽ ആദിത്യനാണ്. ആദിത്യനെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ, അല്ലേ, സ്തുതിക്കുന്നതിലൂടെ ആദിത്യൻ്റെ ആ അനുഗ്രഹമായിട്ട് കിട്ടുന്നത് എന്താണെന്നാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. യജുർവേദത്തിൻ്റെ യാഗത്തിൻ്റെ പേരിവിടെ നമ്മൾ കണ്ടിരുന്നു. അധ്വർയു അല്ലെങ്കിൽ അഗ്നിഷ്ടോമം എന്ന് പറയുന്ന യാഗമാണ് യജുർവേദത്തിന് മുഖ്യ യാഗമായി. അതിൽ 6 ദ്രവ്യങ്ങൾ, ഹവിസുക്കളൊക്കെ അർപ്പിക്കുന്നു. ആ ഹവിസുക്കൾ അർപ്പിക്കേണ്ട രീതിയാണ് നമ്മൾ ഇന്നലെ അവസാനിപ്പിച്ചത്. ഏതൊക്കെയായിരുന്നു? യാഹുത ഉജ്ജ്വലന്തി, യാഹുത അതിനേദന്തേ, യാഹുത അതിശേരതേ. അതായത് ഇപ്പം നമ്മൾ ആ മനസ്സിൽ ആ ഹോമകുണ്ഡം ഉണ്ടാകണം. അതായത് സ്വർഗലോകത്തിലേക്ക് പോകാൻ യജുർവേദ മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഹവിസുക്കൾ അർപ്പിക്കുന്ന യജമാനൻ ഓരോ ഹവിസുക്കളുടെയും പ്രത്യേകത പറയുകയാണ്. അപ്പം നെയ്യാണ് ഹവിസായ അല്ലെ ആഹൂതിയായിട്ട് അർപ്പിക്കുന്നതെങ്കിൽ ആ നെയ്യ് ഒഴിക്കുമ്പോൾ ആ അഗ്നിദേവത, ആ ഹോമകുണ്ഡത്തിലെ ആ തീനാളം എങ്ങനെയാണ് മുന്നോട്ടാണ് വരുന്നത് നമ്മൾ കണ്ടിരുന്നു. ഉജ്ജ്വലന്തി. അപ്പോൾ സൂര്യദേവൻ്റെ മുഖ്യദേവത സൂര്യനാണല്ലോ. അപ്പോൾ സൂര്യനായിട്ട് നമ്മൾ ഹോമകുണ്ഡത്തിലേക്ക് ആഹൂതി അർപ്പിക്കുക. അപ്പോൾ സൂര്യൻ സംപ്രീതനാകും. സൂര്യദേവതയുടെ അനുഗ്രഹം, സ്വർഗലോകം. ഇതെല്ലാം ഇവിടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ സ്വർഗലോക പ്രാപ്തിയാണ്. പിന്നെ നമ്മൾ മറ്റു പല ഈ അധികം ശബ്ദമുണ്ടാക്കുന്നവയാണെങ്കിൽ, അല്ലേ, അതിനേദന്തേ, അതാണെങ്കിൽ എന്താണ് ഫലം? സൂര്യദേവതയുടെ അനുഗ്രഹം, അതും സ്വർഗലോക പ്രാപ്തി. പിന്നെ മൂന്നാമത്തത് യാഹുത അതിശേരതേ, ഹോമിക്കുമ്പോൾ ഹോമകുണ്ഡത്തിൻ്റെ അടിഭാഗത്തേക്ക് പോകുന്ന ആഹൂതികൾ. നമ്മൾ, അല്ലേ, ആഹൂതി എന്തെന്ന് അറിയാലോ, നമ്മൾ ഇന്നലെ അതിൻ്റെ നിർവചനമൊക്കെ എഴുതിയതാണ്. അപ്പോൾ അത് അർപ്പിക്കുമ്പോൾ അതിന് അഗ്നിയുടെ സ്വഭാവം മാറും, ആ രൂപം മാറും. അപ്പോൾ അതിന് പ്രത്യേകമായ സൂര്യദേവതയുടെ ആ കടാക്ഷം. അത് ഈ രീതിയിൽ 3 വിധത്തിൽ നമ്മൾ കണ്ടു. ഉജ്ജ്വലന്തി, അതിനേദന്തേ, അതിശേരതേ എന്നുള്ള 3 വാക്കുകൾ കൊണ്ട് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു. ഇത് 3ഉം യഥാക്രമം ചെയ്താൽ മാത്രമേ ആദിത്യൻ്റെ പ്രീതി കിട്ടുകയുള്ളൂ, അനുഗ്രഹം കിട്ടുകയുള്ളൂ. അത് വളരെ നിഷ്ഠയോടുകൂടി ആണെങ്കിൽ മാത്രമേ സ്വർഗലോകപ്രാപ്തി എന്നുള്ള ഫലം യാജ്ഞവൽക്യ മഹർഷി അത് പറഞ്ഞു. അതുവരെ, അല്ലേ, ഒരുമിച്ച് യാത്ര ചെയ്യുന്നെന്ന് വിചാരിക്കുന്നു. യാജ്ഞവൽക്യ മഹർഷിയോടൊപ്പം നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. കിം താഭിഹി ജയതീതി. ഇത് അശ്വലൻ്റെ സംഭാഷണമാണ്. അപ്പോൾ യാജ്ഞവൽക്യ മഹർഷി ഇവിടെ വരെ പറഞ്ഞതിന് ശേഷം അടുത്തതായിട്ട് ചോദിക്കുകയാണ്, കിം താഭിഹി ജയതീതി. അശ്വലൻ ചോദിക്കുകയാണ്, എന്താണ് ഈ 3 വിധം? ഏത് 3 വിധം? ഉജ്ജ്വലന്തി, അതിനേദന്തേ, അതിശേരതേ എന്ന് പറഞ്ഞ ഈ 3 വിധത്തിലുള്ള ആഹൂതികൾ, ഈ അല്ലെങ്കിൽ ഈ ഹവിസുക്കൾ നമ്മൾ യാഗത്തിലേക്ക് അർപ്പിക്കുമ്പോൾ കിം താഭിഹി ജയതി. അവിടെ കിം താഭിഹി കഴിഞ്ഞ് ലോകഹ എന്നുള്ളത് അധ്യാഹാരം ചെയ്യണേ. കിം താഭിഹി ലോകഹ, ലോകമില്ലേ, ഭൂർഭുവ സുവ മഹ, ആ ലോകം, അതാണ് ലോകഹ ജയതീതി. കിം താഭിഹി ലോകഹ, ലോകാഹ, ക്ഷമിക്കണേ, ലോകാഹ ബഹുവചനാണ്. ലോകാഹ ജയതീതി, അതായത് ലോകങ്ങളെ അപ്പോൾ വരുള്ളൂ. ലോകഹ എന്ന് പറഞ്ഞാൽ ഏകവചനമായിപ്പോവും, അല്ല, ഒരു ലോകം അല്ലല്ലോ, അനേകം ലോകങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് ലോകാഹ ജയതീതി. കിം താഭിഹി ലോകാഹ ജയതീതി. അതായത് ഈ വിധത്തിൽ യജുർവേദ യാഗം ചെയ്ത് ആ യജമാനൻ വളരെ നിഷ്ഠയോടുകൂടി
സൂര്യദേവന് ആദിത്യന് നമ്മൾ ഹവിസുക്കൾ അർപ്പിക്കുമ്പോൾ ഈ ആദിത്യൻ സംപ്രീതനാകുമല്ലോ. അപ്പോൾ എന്ത് ഫലമാണ് കിട്ടുന്നത്? ഏത് ലോകങ്ങളെയൊക്കെയാണ് അവർ ജയിക്കുക? ഇവിടെ ജയിക്കുക എന്ന് പറഞ്ഞാൽ കീഴടക്കുക എന്നല്ല അർത്ഥം. ഇവിടെ ജയതി എന്ന് പറഞ്ഞാൽ ലഭതി എന്നാണ്, ലഭിക്കുക എന്നുള്ള അർത്ഥമാണ്. കിം താഭിഹി ലോകഃ ലഭതി, അവർക്ക് ഏതൊക്കെ ലോകപ്രാപ്തിയാണ് ലഭ്യമാകുക? അതായത് ഇനിയൊരു പുനർജന്മത്തിൽ ഈ യാഗം ചെയ്ത് ഇങ്ങനെ പുണ്യം സമ്പാദിച്ചിരിക്കുകയല്ലേ യജമാനൻ, അവർക്ക് സ്വർഗലോക പ്രാപ്തി കിട്ടും. അപ്പോൾ ഏത് ലോകത്തെയാണ് അവർ നേടിയെടുക്കുക? അതാണ്. അല്ലെ പ്രാപ്യതി എന്നും പറയാം കേട്ടോ. കിം താഭിഹി ലോകഃ പ്രാപ്യതി എന്നും പറയും. ഇത് പര്യായ പദങ്ങൾ ഒരു പരിചയത്തിന് വേണ്ടി ഞാൻ പറയുന്നേ ഉള്ളൂ, മനസ്സിലാക്കിയാൽ മതി. ഇത്രയേ ഉള്ളൂ ചോദ്യം. ഈ 3 വിധം ഹവിസുക്കൾ യാഗത്തിൽ അർപ്പിച്ചുകൊണ്ട് യാഗം അനുഷ്ഠിച്ചതിൻ്റെ ഫലമായി ഏതൊക്കെ ലോകപ്രാപ്തിയാണ് ലഭ്യമാകുക എന്ന് അശ്വലൻ യാജ്ഞവൽക്യ മഹർഷിയോട് ചോദ്യം. അപ്പം നമ്മുടെ മനസ്സിൽ ആ ഇതുണ്ടായിരിക്കണം കേട്ടോ, അല്ലേ? അതായത് ഇവരുടെ ആ സംഭാഷണം, ആ വിദ്വത്സഭ. അപ്പം ജനക മഹാരാജാവ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. യാജ്ഞവൽക്യ മഹർഷി കൂളായിട്ടിരിക്കുന്നു, അശ്വലൻ ഭയത്തോടുകൂടി ഇരിക്കുന്നു. കാരണം എന്താ? എല്ലാത്തിനും വ്യക്തമായ ഉത്തരം യാജ്ഞവൽക്യ മഹർഷി പറയുന്നു. അതുമാത്രമല്ല, ആരും ഇതിനെ എതിർക്കുന്നില്ല. അതിവിടെ പറയുന്നില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ അത് വരണം. കാരണം അനേകം പണ്ഡിതന്മാരിരിക്കുകയാണല്ലോ, വിദ്വത്സഭയാണല്ലോ. അപ്പം അവർക്ക് എല്ലാ വേദശാഖകളിലും പാണ്ഡിത്യമുള്ളവരുണ്ട്. അവരാരും ഇതുവരെ യാജ്ഞവൽക്യ മഹർഷിയുടെ ഉത്തരത്തെ ഖണ്ഡിക്കുന്നില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? എല്ലാവരും മൗനമായി അംഗീകരിക്കുന്നു യാജ്ഞവൽക്യ മഹർഷിയുടെ ഉത്തരം ശരിയാണ് എന്നുള്ളത്. അതുകൊണ്ട് വീണ്ടും അശ്വലൻ ചോദ്യം ചോദിച്ചു, എന്തൊക്കെ ഫലമാണ് ലഭ്യമാകുക എന്ന്. അപ്പം യാജ്ഞവൽക്യ മഹർഷിയുടെ സംഭാഷണം, ഡയലോഗാണ് അടുത്തത്. യാഹുദ ഉജ്ജ്വലന്തി ദേവലോകം ഏവ താഭിഹി ജയതി. യാഹുദ ഉജ്ജ്വലന്തി ദേവലോകമേവ താഭിഹി ജയതി. അതായത് ഈ ഉജ്ജ്വലന്തി എന്ന് പറഞ്ഞ ആഹൂതി ഉണ്ടല്ലോ. ഉജ്ജ്വലന്തി എന്തായിരുന്നു? ഹോമകുണ്ടത്തിലേക്ക് ഹവിസ് അർപ്പിക്കുമ്പോൾ മുകളിലേക്ക് പോകുന്ന തീനാളം അല്ലേ, അഗ്നി. ആ മുകളിലേക്ക് അഗ്നി വന്നാൽ സൂര്യദേവൻ സംപ്രീതനാകും. അത് കണ്ടിട്ട് സൂര്യദേവൻ എന്ത് അനുഗ്രഹമാണ് കൊടുക്കുന്നത്, എന്ത് ഫലമാണ് കൊടുക്കുന്നത്? ദേവലോകമേവ ജയതി. അവർക്ക് ദേവലോക പ്രാപ്തി ഉണ്ടാകും. അപ്പോൾ ജയതി എന്ന് വെച്ചാൽ പ്രാപ്യതി, അവർക്ക് ദേവലോക പ്രാപ്തി. അപ്പം ഇനി ഒരു അടുത്ത ജന്മത്തിൽ അവർക്ക് എന്താണ്? ദേവലോകത്തെ സീറ്റ് ഉറപ്പാണ് അവർക്ക്. അതിൽ കുറഞ്ഞുള്ള ഒരു ലോകങ്ങളിൽ, കാരണം ദേവലോകം എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭോഗങ്ങൾ ധാരാളമുള്ള ലോകങ്ങൾ അല്ലേ. അവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഭോഗം എന്ന് പറഞ്ഞാൽ ന ജരയാഭിഭേതി. നമ്മൾ കഠോപനിഷത്തിൽ പഠിച്ചതാണ് അല്ലേ. ഉഭേ തീർത്വ അശനായ പിപാസേ. അവർക്ക് വിശപ്പും ദാഹവും ഉണ്ടാവില്ല. അവർ നമ്മളൊക്കെ ജനിക്കുന്നത് പോലെ അമ്മയുടെ വയറ്റിൽ ജനിച്ച് അല്ലേ, ഒരു ഭ്രൂണമായി അവിടെ നിന്നും 10 മാസം കിടന്ന് പിന്നെ പുറത്തേക്ക് വന്ന് അല്ലേ, പിന്നെ ആദ്യം കമന്ന് വീഴും, പിന്നെ എഴയാൻ തുടങ്ങും, പിന്നെ നടക്കാൻ തുടങ്ങും അല്ലേ, പിന്നെ യൗവനം, വാർദ്ധക്യം, അങ്ങനെ പോകുന്നില്ലേ നമ്മുടെ ആ ഷഡൂർമിയില്ലേ. അസ്ഥി ജായതേ വർദ്ധതേ വിപരീണമതേ അവശ്യത, അതൊന്നുമില്ല അവിടെ. എന്നാ ജരയ, അത് അവർക്ക് യൗവനമായിരിക്കും അവിടെ എത്തുന്നത് മുതൽ അവിടെ നിന്ന് മടങ്ങുന്നത് വരെ. പിന്നെ നമ്മൾ പിന്നെ കഠോപനിഷത്തിൽ 1-ാമത്തെ വല്ലിയിൽ വീണ്ടും കണ്ടതാണ്. സ്വർഗലോകത്തിൻ്റെ പ്രത്യേകതകൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. കൂടുതൽ ചൊല്ലുന്നില്ല, നമ്മൾ ഒരു എണ്ണം ചൊല്ലുന്നത് കൊണ്ട് നമുക്കറിയാം. 1-ാമത്തെ വല്ലിയിൽ നോക്കിയാൽ മതി, ഒരുപാട്
നചികേതസിനോട് പറയുന്നുണ്ട്, ഞാൻ അത് തരാം ഇത് തരാം, അതുകൊണ്ട് നീ സ്വർഗലോകപ്രാപ്തി എന്നോട് ചോദിക്കാം. അപ്പോൾ ദേവലോകം എന്ന് വെച്ചാൽ ദേവതകളിരിക്കുന്നു, സ്വർഗലോകത്തിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് ദേവലോകം എന്നത്. അപ്പം അവിടെ എന്താണ്, ഏതത്തുല്യം യതിമന്യസേ വൃണം, ഏതത്തുല്യേ യതിമന്യസേ വരം വൃണീഷവിത്തം ചിരജീവികാംശ, അനേക കാലം അവിടെ ജീവിക്കാൻ സാധിക്കും. മഹാഭൂമൗ നചികേതത്വമേതി കാമാനാം ച കാമഭാജം കരോമി, നിനക്ക് അനേകം കാമങ്ങൾ ഭോഗങ്ങൾ അവിടെ ലഭ്യമാകും അല്ലേ. കാമാ ദുർലഭ മർത്യലോകെ, മർത്യലോകത്ത്, അത് മർത്യലോകം എന്ന് വെച്ചാൽ മനുഷ്യലോകത്ത് കിട്ടാത്ത ഭോഗങ്ങൾ ദേവലോകത്ത് ലഭ്യമാകും. ഇമാ രാമ സരദാ സദൂര്യ, ഇവരാരൊക്കെയാണ്, ദേവലോക അപ്സരസുകൾ, അവരുടെ നൃത്തം, ഗന്ധർവന്മാരുടെ പാട്ടുകൾ, അതായത് ഭോഗങ്ങൾ. നഹീദൃശ ലംബനീയ മനുഷ്യേ, മനുഷ്യർക്ക് കാണാനും ചിന്തിക്കാനും പറ്റാത്തത്ര ഭോഗങ്ങൾ ലഭ്യമാകും. ആഭിർമത് പ്രത്യാഭിപരിചാരയസ്വ നചികേതോ മരണം മാനുപ്രാക്ഷി, മനുഷ്യരെ പോലെ നീ പെട്ടെന്നൊന്നും മരിക്കില്ല നചികേതസേ, നിന്റെ ഇച്ഛയ്ക്ക് ഞാൻ വിടാം അല്ലേ. ആഭിർമത്യാഭിപരിചാരയസ്വ, പരിചാരകന്മാരായിരിക്കും ചുറ്റിനും, അങ്ങനെയുള്ള ഭോഗങ്ങൾ സമയം കിട്ടുമ്പോൾ എടുത്തു നോക്കണം. കഠോപനിഷത്ത് പ്രഥമ അധ്യായം പ്രഥമവല്ലി അവസാനത്തെ ഭാഗങ്ങൾ നോക്കണം. പ്രഥമവല്ലി 20ാമത്തെ മന്ത്രം, 21 മുതൽ നോക്കിക്കോളൂ കേട്ടോ. ദേവൈരത്ര വിവിചികിത്സിതം കില ത്വംശ മൃത്യോ എന്ന സുവിജ്ഞേയമാത്ത, അതൊക്കെ ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. പ്രഥമവല്ലി 21 മുതൽ അവസാനം വരെ സമയം കിട്ടുമ്പോൾ എടുത്ത് നോക്കണം. 29 വരെ. 29 പറയുന്ന എന്താണ്, ശോഭാവാമർത്യസ്യ യഥന്തമേതത് സർവേന്ദ്രിയാണം ജരയന്തി തേജാഹ, ഒരു ഇന്ദ്രിയങ്ങളെയും ജര ബാധിക്കില്ല ഇത്യാദി കാര്യങ്ങൾ. നമ്മൾ മടങ്ങി വരാം നമുക്ക് ബൃഹദാരണ്യകത്തിലേക്ക്. ഏറ്റവും വിസ്തരിച്ച് ദേവലോക ഭോഗങ്ങളെക്കുറിച്ച് പറയുന്നത് ഉപനിഷത്തുക്കളിൽ കഠോപനിഷത്താണ്. ഒന്ന് നമ്പർ നോട്ട് ചെയ്ത് വെച്ചോളൂ. പ്രഥമ അധ്യായം പ്രഥമവല്ലി 1.1.21 മുതൽ അങ്ങോട്ടുള്ളത്. ഓക്കെ, അതാണ് ദേവലോകത്തിൻ്റെ വർണ്ണന. അപ്പം അത് കിട്ടും. എങ്ങനെ കിട്ടും? ആരാണോ യജുർവേദ യാഗം ചെയ്ത് ഈ ഉജ്ജ്വലന്തി എന്ന ആഹൂതികളിലൂടെ സൂര്യനെ സംപ്രീതരാക്കുന്നത്, അവർക്ക് കിട്ടുന്ന ഫലം അതാണ് എന്ന്. ഇനി അടുത്തത് എന്താണ്? ദീപ്യത ഇവഹി ദേവലോഹ, ദീപ്യത ഇവഹി ദേവലോഹ. ചില പുസ്തകത്തിൽ ദീപ്യതയെന്നും ഉണ്ട് കേട്ടോ, രണ്ടും ശരിയാണ്. മലയാള പുസ്തകങ്ങളൊക്കെ ദീപ്യത എന്നാണ്. ദീപ്യതേ ഇവഹി ദേവലോക, അങ്ങനെ പറഞ്ഞാലും വ്യാകരണം അനുസരിച്ച് തെറ്റ് വരുന്നില്ല, പാഠഭേദം മാത്രമാണ്. ദീപ്യത അല്ലെങ്കിൽ ദീപ്യതേ ഇവഹി ദേവലോക എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഈ ഉജ്ജ്വലന്തി അർപ്പിക്കുമല്ലോ, ഈ ആഹൂതികൾ അർപ്പിച്ച് സൂര്യദേവനെ സംപ്രീതനാക്കുമല്ലോ. മറ്റ് ദേവതകളൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ പ്രഥമനായിട്ടും ഓരോ വേദത്തിനും മുഖ്യ ദേവതകളുണ്ട്. ഇപ്പം നമ്മൾ ഋഗ്വേദത്തിൻ്റെ കണ്ടു, അഗ്നി, യജുർവേദത്തിൻ്റെ സൂര്യനാണ്. അപ്പം ഈ ഹോമത്തിൽ അർപ്പിക്കുന്ന ആഹൂതികൾ മുകളിലേക്ക് പ്രകാശിക്കുന്ന രീതി, അതാണ് ദീപ്യത ഇവഹി. അപ്പം നമ്മുടെ മനസ്സിൽ ആ ചിന്ത വരണം, നമ്മളിങ്ങനെ ഹോമകുണ്ടത്തിലേക്ക് നെയ്യ് ഇങ്ങനെ ഒഴിക്കുകയാണ്. അപ്പോൾ എന്താണ്? ഇങ്ങനെ തീനാളം പുറത്തേക്ക് വരും അല്ലേ, വ്യാപിക്കും, അത് വലിയതാകും അല്ലേ. അത് എണ്ണയ്ക്കുള്ള പ്രത്യേകതയാണല്ലോ, അത് നെയ്യായിക്കോട്ടെ, മറ്റു തരം അല്ലേ, മണ്ണെണ്ണ ആയിക്കോട്ടെ, എണ്ണ ഏതും ആയിക്കോട്ടെ, അതിലെന്താണ് വരുന്നത്? അതിന് ആ ചെറിയ അഗ്നിയെ പടർത്തുവാനുള്ള കഴിവുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആഹൂതികൾ അർപ്പിക്കുമ്പോൾ, അപ്പോൾ ആ ആഹൂതി അർപ്പിക്കുമ്പോൾ എന്താ, മുകളിലേക്ക് പ്രകാശിക്കുന്ന രീതിയിലുള്ള ഈ ആഹൂതികൾ സമർപ്പിക്കുന്നത് കൊണ്ടാണ്
ദേവലോകം എന്ന പദവി ഈ യജമാനന് ആഹൂതി അർപ്പിക്കുന്ന ആൾക്ക് ലഭിക്കുന്നത്. ഇനി ദേവലോകത്തിൻ്റെ പ്രത്യേകതയാണ് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞത്. ദീപ്യത ഇവഹി ദേവലോക. ദേവലോകം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രകാശമേറിയ ലോകങ്ങളാണ്. ഇവിടെ പ്രകാശം, ദീപ്യത എന്ന് വെച്ചാൽ പ്രകാശമുള്ളതെന്നാണ്. ദിവ് ദ്യോതനാദ് എന്ന് പറഞ്ഞ ധാതുവിൽ നിന്നും ഉണ്ടായതാണ് ദീപ്യതേ ദേവഹ എന്ന്. ഇവിടെ ദീപ്യ എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സൂര്യപ്രകാശമോ അല്ലെ ലൈറ്റ് ഇടുമ്പോൾ ഉണ്ടാകുന്ന പ്രകാശമോ അല്ല. ഇവിടെ പ്രകാശം ദീപ്യത എന്ന് വെച്ചാൽ ഭോഗ്യത എന്നാണ്. അനേകം ഭോഗങ്ങൾ എവിടെ ഉണ്ടാകും? ഇവിടെ ഈ ലോകത്തിലുണ്ടാകും. എല്ലാവരും ഒരു നിമിഷം ഒന്ന് വെയിറ്റ് ചെയ്യണേ. തുടരാ. ദീപ്യത ഇവഹി ദേവലോക. അല്ലെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദേവലോകത്തിൻ്റെ പ്രത്യേകത യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു കൊടുക്കുന്നു. അല്ലയോ അശ്വല, ആരാണോ ആഹൂതികൾ അർപ്പിച്ച് ആ അനേകം പ്രകാശങ്ങൾ പുറത്തേക്ക് വരുന്നത് പോലെ അഗ്നിനാളത്തിലേക്ക് ആ ആഹൂതി അർപ്പിക്കുന്നത്, ആ ആഹൂതി സ്വീകരിച്ചുകൊണ്ട് സൂര്യൻ നൽകുന്ന ഫലമാണ് ദേവലോകപ്രാപ്തി. ദേവലോകം എന്ന് പറഞ്ഞാൽ അനേകം ഭോഗങ്ങൾ, നമ്മൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ഭോഗങ്ങൾ ലഭ്യമാകുന്ന ലോകമാണ് എന്ന് പറയുന്നു. അതാണ് ഫലം. ഇനി അടുത്തത് യാഹുത അതിനേതന്തേ. യാഹുത അതിനേതന്തേ പിതൃലോകമേവ താഭിഹി ജയതി. രണ്ടാമത്തത് അതിനേതന്തേ അല്ലേ, രണ്ടാമത്തെ ആഹൂതി അല്ലേ. ഉജ്ജ്വലന്തി കഴിഞ്ഞു, ഉജ്ജ്വലന്തിക്ക് ദേവലോകപ്രാപ്തി. ഇനി രണ്ടാമത്തെ ആഹൂതി അതിനേതന്തേ എന്നുള്ള ആഹൂതി അല്ലേ. എളുപ്പമാണ്. അതിനേതന്തേ എന്താണ്? ഹോമത്തിലേക്ക് നമ്മൾ നാളികേരവും വിറകും ഒക്കെ കൊടുക്കുമ്പോൾ അധികം ശബ്ദമുണ്ടാകുന്നു അല്ലേ, അതാണ് അതിനേതന്തേ. വാക്കുകൾ നമുക്ക് പരിചയമില്ലെന്നേ ഉള്ളൂ, ആ കാര്യം ഓർത്താൽ മതി. അപ്പം അതിലാണ് സൂര്യൻ സംപ്രീതനാകുന്നത് എങ്കിൽ എന്ത് ഫലമാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പം ഇതിനൊക്കെ കണക്കുണ്ട്. നമ്മളൊരു ഹോമം നടത്തുകയാണ് അല്ലേ, അപ്പോൾ നമ്മൾ ധാരാളം ദക്ഷിണ കൊടുക്കുകയാണ്, അതിന് പുണ്യം ഏറെയാണ്. ഒരു പിശുക്കും കൂടാതെ നമ്മൾ ഹവിസുക്കളൊക്കെ അല്ലേ മിനിമം ചെയ്യാതെ അല്ലേ, മിനിമമാണ് അതിൻ്റെ ഫലം അല്ലേ. അല്ലേ, നമുക്ക് ധാരാളം ചെയ്യാൻ സാധിക്കുമെങ്കിൽ, നെയ്യ് ഒരുപാട് ഒഴിക്കാൻ സാധിക്കുമെങ്കിൽ ദേവലോകത്ത് പോകാം. ഇല്ല, എൻ്റെ കയ്യിൽ നെയ്യ് വാങ്ങാൻ പൈസയില്ല, അല്ലെങ്കിൽ നെയ്യില്ല, ഞാനപ്പോൾ എന്ത് ചെയ്തു, എൻ്റെ പിന്നാമ്പുറത്ത് കുറേ വിറക് ബാക്കിയുണ്ട്, അല്ലെങ്കിൽ നാളികേരത്തിൻ്റെ ചിരട്ട ബാക്കിയുണ്ട്, തൊണ്ട് ബാക്കിയുണ്ട്, അതാണ് അർപ്പിക്കുക എൻ്റെ അടുത്തുള്ളത് എങ്കിൽ. ഇപ്പോഴത്തെ കാലത്ത് നടക്കുന്നതാണ് ഇതൊക്കെ അല്ല, നമ്മൾ കാണുന്നതാണ്. ക്ഷേത്രത്തിൽ പോയി നമ്മൾ ഷീട്ടാക്കും, അവർ ചെയ്താൽ ചെയ്തു, ഇല്ലെങ്കിൽ ഇല്ല അല്ലേ, അങ്ങനെയൊക്കെ കാണുന്നതാണ്. അപ്പം അതിനൊക്കെ ഫലത്തിന് ഗ്രഡേഷൻ ഉണ്ടാകും. അതാണ് ഇവിടെ നമ്മളെ സംബന്ധിച്ച് ചിന്തിക്കേണ്ട കാര്യം അല്ലേ. നമ്മളത് എന്തിനു വേണ്ടി ചെയ്തോട്ടെ, ആ എത്രമാത്രം നമ്മൾക്ക് സമർപ്പണത്തോടുകൂടി ശ്രദ്ധയോടുകൂടി ചെയ്യാൻ സാധിക്കുന്നു അതിനനുസരിച്ച് ഫലം മാറും. ഇപ്പം ഞാൻ വിറകൊക്കെയാണ് അല്ലേ, സമിത്തുക്കൾ, ചമത, വിറക്, നാളികേരം ഇതൊക്കെയാണ് ഞാൻ അർപ്പിക്കുന്നതെങ്കിൽ ശബ്ദമുണ്ടാകും അല്ലേ ആ ഹോമകുണ്ടത്തിൽ. അപ്പം അതാണ് കൂടുതലെങ്കിൽ എന്താണ് എനിക്ക് ഫലം? അതിനേതന്തേ പിതൃലോകമേവ താഭിഹി പ്രാപ്യതി അല്ലേ, ജയതി എന്ന് വെച്ചാൽ പ്രാപ്യതി, അവർക്ക് പിതൃലോക പ്രാപ്തിയായിരിക്കും ലഭിക്കുക അല്ലേ. ഇതൊക്കെ ദേവലോകം കഴിഞ്ഞു ഏറ്റവും മുകളിൽ സത്യലോകം. നമ്മളിതൊക്കെ പണ്ട് പഠിച്ചതായതുകൊണ്ടാട്ടോ ഓരോ ലോകത്തിനെ കുറിച്ചും വിസ്തരിച്ച് പറയാത്തത്. ഭൂഹു, ഭുവഹ, സുവഹ, മഹഹ, ജനഹ, തപഹ, സത്യം അല്ലേ. ഇതെവിടെയാണ് നമ്മൾ പഠിച്ചത്? ചാന്തോക്യോപനിഷത്ത് 8ാം അധ്യായത്തിൽ. നമ്മുടെ ബ്രഹ്മാജി സത്യലോകത്തിരിക്കുകയല്ലേ, അവിടെയല്ലേ നമ്മുടെ ഇന്ദ്രനും വിരോചനും ചെല്ലുന്ന കഥ, അവിടെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ സത്യലോകം ഏറ്റവും മേളിൽ, അതിൻ്റെ താഴെ ദേവലോകങ്ങൾ, അതിൻ്റെയും താഴെ പിതൃലോകം അല്ലേ.
അതാണ് ദ്വിതീയ അർപ്പണം കൊണ്ട്. യാഹുത അതിനേതന്തേ പിതൃലോകമേവ താഭിഹി ജയതി അത ഇവഹി പിതൃലോക എന്ന് വെച്ചാൽ എന്താണ്? ഈ ദ്വിതീയ അർപ്പണം കൊണ്ട്, ഈ അധികം ശബ്ദമുണ്ടാകുന്ന ഈ അർപ്പണം കൊണ്ട് സൂര്യദേവൻ എന്ത് ഫലവാ ലഭ്യമാക്കുക? പിതൃലോകത്തെ അവർക്ക് പ്രാപിക്കാൻ സാധിക്കും. ഹോമത്തിൽ അർപ്പിക്കുന്ന ആഹൂതികൾ അധികം ശബ്ദമുണ്ടാക്കുന്നവയാണെങ്കിൽ അവയുടെ ഫലമായിട്ട് പിതൃലോക പ്രാപ്തി. പിതൃലോകത്തിന് മറ്റൊരു പേരും കൂടി ഉണ്ട്, ഭുവർലോകം അല്ലെങ്കിൽ യമലോകം. യമധർമ്മരാജാവാണ് പിതൃലോകത്തിൻ്റെ അധിപൻ. അതുകൊണ്ടാണ് നമ്മുടെ പിതാമഹന്മാരൊക്കെ അവിടെ പോയിരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ലേ, അല്ലേ? അപ്പം നമ്മൾ ശ്രദ്ധയോടുകൂടി പിതൃലോകത്തിരിക്കുന്നവർക്ക് മാസങ്ങളോ അല്ലെ വർഷത്തിലൊന്നോ ഒക്കെ നമ്മൾ ശ്രാദ്ധ കൂട്ടാറില്ലേ? എൻ്റെ അർത്ഥം നമ്മുടെ ആ ശ്രദ്ധയാണ്, അതല്ലേ? അവരവിടെ ഉണ്ട് പിതൃലോകത്ത്, അല്ലേ? അപ്പം പിതൃലോകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യമധർമ്മ രാജാവാണ് അവിടുത്തെ കാവൽക്കാരൻ. ഇതിന് മറ്റൊരു പേരുമുണ്ട്, ഭുവർലോകം എന്നത്. അപ്പം ആ ലോകപ്രാപ്തി, ഭൂലോകത്തിൻ്റെ തൊട്ടുമുകളിലായിട്ടുള്ള ഭുവർലോകപ്രാപ്തി അല്ലെങ്കിൽ യമലോകപ്രാപ്തി. അതിന് 3 പേരുകളാണ്. ഒന്ന് പിതൃലോകം, മറ്റൊന്ന് യമലോകം, 3 ഭുവർലോകം. ഇത് 3 ഒന്ന് തന്നെയാണ്. ആ പ്രാപ്തി അവർക്കുണ്ടാകും. അവിടെ ദേവലോകവുമായി താരതമ്യം ചെയ്യുമ്പോൾ അത്ര ഭോഗങ്ങളൊന്നുമില്ല, അല്ലേ? അത ഇവഹി പിതൃലോക എന്ന് പറയുന്നേ ഉള്ളൂ. ഉണ്ടോ? ദീപ്യദൈവഹി പിതൃലോക എന്ന് പറഞ്ഞില്ല, ശ്രദ്ധിക്കണേ. തൊട്ട് മുമ്പ് കണ്ടോ, ദീപ്യദൈവഹി ദേവലോക എന്ന് പറഞ്ഞു. ഇവിടെ തൊട്ട് താഴെ നോക്കൂ, അതൈവഹി പിതൃലോക എന്ന് പറഞ്ഞു. അതായത് അവിടെ വലിയ ഭോഗമൊന്നുമില്ല. ദീപ്യത നമ്മൾ കണ്ട്, ഭോഗ്യം എന്ന്. അവിടെ വലിയ ഭോഗമൊന്നുമില്ല അവർക്ക്. യമലോകത്ത് കാണാം ആരൊക്കെയാണ് വരുന്നത്, ആരൊക്കെയാണ് പോകുന്നത്, ഇനി എനിക്ക് അടുത്ത ശരീരം എപ്പോഴാണ് കിട്ടുക. അപ്പോൾ നമുക്ക് വേഗം ചോദിക്കാം. യമധർമ്മരാജാവ് അവിടെ ഉള്ളത് കൊണ്ട് ചോദിക്കാം. ഞാൻ കുറേ കാലമായി യമലോകത്തിരുന്ന് ഈ വരവും പോക്കും ഒക്കെ കാണുന്നു, അല്ലേ? അതുകൊണ്ട് ഇനി എപ്പോഴാണ് എൻ്റെ അടുത്ത ശരീരപ്രാപ്തി? എനിക്ക് ദേവലോകത്ത് പോകാൻ പറ്റുമോ, അല്ലെ ഇനി മനുഷ്യനായിട്ട് ജനിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ തിരിയക്കുകളാണോ, ഇത്യാദികൾ. ഇത് യമധർമ്മരാജാവിനെ കണ്ടുകൊണ്ടിരിക്കുക, അത്ര മാത്രം. അതാണ് പിതൃലോകം. പിതൃലോകം എന്ന് വെച്ചാൽ ഭൂലോകത്തിനേക്കാളും ഉയർന്ന ലോകപ്രാപ്തി, അതാണ് ഉദ്ദേശിക്കുന്നത്. അത് ലഭ്യമാകും എന്ന് പറഞ്ഞു. അടുത്ത എന്തായിരിക്കും? അപ്പം എളുപ്പമാണ്. 3-ാമത്തെ കണ്ടോ, യാഹുത അതിശേരത്തെ മനുഷ്യലോകമേവ താഭിഹി ജയതി അതൈവഹി മനുഷ്യലോക. അതായത് 3-ാമത്തെ ആഹൂതി അതിശേരതെ. അതിശേരതെ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഹോമകുണ്ടത്തിലേക്ക് ആഹൂതികൾ അർപ്പിക്കുമ്പോൾ അടിഭാഗത്തേക്ക് പോകുന്നവ. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, അല്ലേ? അരി, പാല്, പഞ്ചാമൃതം, പഞ്ചഗവ്യങ്ങൾ, ഗോമൂത്ര ഇത്യാദികളൊക്കെ ഇല്ലേ? അതായത് ഹോമകുണ്ടത്തിലേക്ക് അർപ്പിക്കുമ്പോൾ തീനാളവും വരില്ല, ശബ്ദവും ഒന്നും വരില്ല, അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ആഹൂതികൾ അത് അർപ്പിക്കുമ്പോൾ അതാണ് നമ്മൾ കൂടുതൽ അർപ്പിക്കുന്നത്. അതിലാണ് സൂര്യദേവൻ നമുക്ക് അനുഗ്രഹം തരുന്നത് എന്നെങ്കിൽ ആ യാഗം കൊണ്ട് എന്താണ്? വീണ്ടും മനുഷ്യലോകത്ത് തന്നെ. മനുഷ്യലോകം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വസിക്കുന്ന ഈ ലോകത്ത് തന്നെ, ഭൂലോകം അല്ലേ എന്ന് മറ്റൊരു പേര്. മനുഷ്യലോകം എന്നത് പര്യായമാണ്. ആ മനുഷ്യലോകത്തെ അവർ പ്രാപിക്കും. അവർക്ക് എന്താണ്? മനുഷ്യ ശരീരം. അടുത്ത ജന്മം ഒരിക്കലും ദേവതാ ശരീരം ലഭ്യമാകില്ല. പിന്നെ അധോ ശരീരങ്ങൾ, പശുപക്ഷ്യാദി തിരിയക്കാദി ശരീരങ്ങളും ലഭ്യമാകില്ല. അവർക്ക് ഇരുകാലികളായിട്ട് തന്നെ. അത് സ്ത്രീയോ പുരുഷനോ നപുംസകമോ അതൊക്കെ അവനവൻ്റെ ഇതനുസരിച്ചിരിക്കും. പക്ഷെ മനുഷ്യലോകം എന്ന് പറഞ്ഞാൽ മനുഷ്യലോകത്താണ് തിരിയക്കുകളൊക്കെ ഉള്ളതല്ലേ? അപ്പം നമ്മൾ വിചാരിക്കാം ഇനി എനിക്ക് മനുഷ്യലോക പ്രാപ്തി കിട്ടുക എന്ന് ഇവിടെ. അപ്പം മനുഷ്യലോകം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കണം മനുഷ്യലോകം, മനുഷ്യ ശരീരപ്രാപ്തി. അടുത്ത ജന്മം മനുഷ്യലോകത്ത് ഞാൻ ജനിച്ചു, എനിക്ക് മരമായിട്ടാണെങ്കിലോ എല്ലാ കാര്യമുണ്ടോ? ഇത്രയൊക്കെ യാഗം ചെയ്ത് ഞാൻ, എന്നിട്ട് ഞാൻ മരമായിട്ടാണ് ജനിക്കുന്നെങ്കിലോ?
ചിന്മയാനന്ദ സ്വാമിജിയുടെ അടുത്ത് ഈ ശിഷ്യന്മാർ സ്വാമിജി ഉള്ള കാലത്ത് 80കളിലൊക്കെ സാന്ദീപനിയിൽ സ്വാമിജി പറയുമായിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ ശിഷ്യന്മാർ വന്നിട്ട് സ്വാമിജിയോട് വളരെ അപ്പോൾ സ്വാമിജി അവസാന കാലത്തിൽ ഒരുപാട് സർജറി ഇതൊക്കെ വന്ന് ഇപ്പം സ്വാമിജി ശരീരം വിട്ടു പോകുന്നൊരു എല്ലാവരും അറിഞ്ഞ് മനസ്സിലാക്കി, ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോൾ ഒരു ബ്രഹ്മചാരി വന്നിട്ട് സ്വാമിജിയോട് പറഞ്ഞു, സ്വാമിജി പോയാലും അങ്ങ് സാന്ദീപനിയിലുണ്ടാവുമല്ലോ, എനിക്കിവിടെ അങ്ങയുടെ സാന്നിധ്യം വേണം, അതുകൊണ്ട് സാന്ദീപനിയിലെ വൃക്ഷമായി ജനിക്കണമെന്ന് പറഞ്ഞു. ആ ബ്രഹ്മചാരി വന്നിട്ട് അങ്ങ് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണേ. സ്വാമിജി ഇങ്ങനെ തലയിൽ കൈവച്ചിട്ട് സ്വാമിജി പറയും, ഇത്രയും കാലം ഞാൻ നിന്നെ ഫ്രീ ആയിട്ട് വെറുതെ ഭക്ഷണം തന്ന്, വെറുതെ വസ്ത്രം തന്ന്, വെറുതെ ഞാൻ താമസിക്കാൻ സൗകര്യം തന്ന് പഠിപ്പിച്ചിട്ട് മൂർഖത മാറുന്നില്ലല്ലോ എന്ന്. അതായത് ഇനി മനുഷ്യ ലോകത്ത് മനുഷ്യ ശരീരം കിട്ടാണ്ട് വേറെ ഏത് ശരീരം കിട്ടിയിട്ടും കാര്യമില്ല അല്ലേ? അതൊക്കെ ദുഃഖം, അധിക ദുഃഖമാണ് അതിൻ്റെയൊക്കെ ഫലം. അപ്പം അതുകൊണ്ട് ഇവിടെ ഇത്രയൊക്കെ യാഗം ചെയ്തിട്ടും മനുഷ്യലോകം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യലോകം മാത്രമല്ല മനുഷ്യ ശരീരം. ഭാഷയാണേ പറയുന്നത്, ആചാര്യസ്വാമികൾ പറയുന്നതാണ്. മനുഷ്യലോകം എന്നുകൊണ്ട് യാജ്ഞവൽക്യ മഹർഷി ഉദ്ദേശിക്കുന്നത് മനുഷ്യലോക മനുഷ്യ ശരീര പ്രാപ്തി അല്ലേ? മനുഷ്യത്വം മുമുക്ഷുത്വ മഹാപുരുഷ സംശ്രയ അല്ലേ? വിവേക ചൂടാമണി ശ്ലോകം. അതാണ് മൂന്നാമത്തെ. അതിശേരതേ മനുഷ്യലോകമേവ താഭിഹി ജയതി അത ഇവഹി മനുഷ്യലോക. നമുക്ക് മനുഷ്യ ശരീരപ്രാപ്തി ലഭ്യമാകും. അങ്ങനെ അശ്വലൻ്റെ 8ാമത്തെ മന്ത്രത്തിലെ ചോദ്യത്തിനുള്ള ഉത്തരവും യാജ്ഞവൽക്യ മഹർഷി വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. അതിൽ അശ്വന് ഒരു തർക്കവുമില്ല, ഒരു പ്രശ്നവും അവിടെ വീണ്ടും ഉന്നയിക്കുന്നില്ല. കാരണം അശ്വലന് മനസ്സിലായി യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞ ഉത്തരം ശരിയാണ്, മറ്റാരും അവിടെ തർക്കിക്കുന്നുമില്ല. അപ്പോൾ ആ സഭാമണ്ഡപം സൈലൻ്റാണ്. അതിൻ്റെ അർത്ഥം എന്താ? എല്ലാവരും അംഗീകരിക്കുന്നു യാജ്ഞവൽക്യ മഹർഷിയുടെ മറുപടിയെ. അപ്പോൾ അശ്വലൻ എന്ത് ചെയ്യുന്നു? അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. 8ാമത്തെ മന്ത്രം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക വേണം. നമുക്ക് 9ാമത്തെ മന്ത്രത്തിലേക്ക് പ്രവേശിക്കാം. യാജ്ഞവൽക്യ ഇതിഹോവാച കദിഭിഹി അയം അദ്യ ബ്രഹ്മയജ്ഞം ദക്ഷിണതഃ ദേവതാഭിഹി ഗോപായതി ഇതി. ഗോപായതി ഇതി ഏകയാ ഇതി കഥമാ സ ഏക ഇതി. സൈകേതി എന്നാണ് അത്, ഇങ്ങനെയാണ് പറയേണ്ടത്. കഥമാ സ ഏക ഇതി എഴുതിക്കൊള്ളുവാൻ. അതിൻ്റെ മേളിൽ പുസ്തകത്തിൻ്റെ പെൻസിൽ കൊണ്ട് എഴുതിയാൽ മതി. കഥമാ കഴിഞ്ഞ് സ ഏക ഇതി. കഥമാ സ ഏക ഇതി. കഥമാ സ ഏക ഇതി. മന ഏവ ഇതി. മന ഏവ ഇതി. ഏവ ഇതി. മന ഏവേതി എന്ന് വെച്ചാൽ മന ഏവ ഇതി. അനന്തം വൈ മനഃ. അനന്തം വൈ മനഃ. അനന്താ വിശ്വദേവാഃ. അനന്തം വൈ മനഃ. അനന്താ വിശ്വദേവാഃ. അനന്തമേവ സ. അനന്തമേവ സ തേന ലോകം ജയതി. ഒന്നുകൂടെ പറയാവേ. യാജ്ഞവൽക്യ ഇതിഹോവാച കദിഭിഹി അയം അദ്യ. കദിഭിഹി അയം എന്നുണ്ട്. കദിഭിരദ്യ ബ്രഹ്മ എന്നാണ് അവിടെ എഴുതണം. കദിഭിഹി വിസർജം ഇട്ടിട്ട് അയം. കണ്ടോ?
അധ്യ. മൃഡാനന്ദ സ്വാമിയുടെ പുസ്തകം, പുതിയ പുസ്തകം, അതായത് പുതിയ എഡീഷൻ, പേജ് 212 9ാമത്തെ മന്ത്രം കദിഭിഹി അയം അധ്യ. വേർഡ് ബൈ വേർഡ് മീൻ നോക്കിയാൽ മനസ്സിലാകും, അവിടെയുണ്ട്. കദിഭിഹി അയം അധ്യ ബ്രഹ്മ യജ്ഞം ദക്ഷിണതഃ. ദക്ഷിണതഃ വിസർഗാണ് അവിടെ. ദക്ഷിണതഃ ദേവതാഭിഹി, റാ മാറ്റി വിസർഗാക്കുക. ദേവതാഭിഹി ഗോപായതി ഇതി, ഫുൾ സ്റ്റോപ്പ്. ഏകയാ ഇതി കഥമാ സ ഏക ഇതി മന ഏവ ഇതി അനന്തം വൈ മനഃ അനന്താ വിശ്വേ ദേവാഃ. അനന്താ വിശ്വേ ദേവാഃ അനന്തമേവ സ തേന ലോകം ജയതി. നമുക്ക് ഒരുമിച്ച് പാരായണം ചെയ്യാം. യാജ്ഞവൽക്യ ഇതി ഹോവാച കദിഭിഹി അയമധ്യ ബ്രഹ്മ യജ്ഞം ദക്ഷിണതഃ ദേവതാഭിഹി ഗോപായതി ഇതി ഏകയാ ഇതി കഥമാ സ ഏക ഇതി മന ഏവ ഇതി അനന്തം വൈ മനഃ അനന്താ വിശ്വേ ദേവാഃ അനന്തമേവ സ തേന ലോകം ജയതി. യാജ്ഞവൽക്യ ഇതി ഹോവാച കദിഭിഹി അയം അദ്യ ബ്രഹ്മ യജ്ഞം ദക്ഷിണതഃ ദേവതാഭിഹി ഗോപായതി ഇതി ഏകയാ ഇതി കഥമാ സ ഏക ഇതി മന ഏവ ഇതി അനന്തം വൈ മനഃ അനന്താ വിശ്വേ ദേവാഃ അനന്തമേവ സ തേന ലോകം ജയതി. യാജ്ഞവൽക്യ മഹർഷിയോട് ചോദിക്കുന്നു അടുത്ത ചോദ്യം. അപ്പം തോറ്റിരിക്കുന്ന നമ്മുടെ അശ്വലൻ യാജ്ഞവൽക്യ മഹർഷിയോട് വീണ്ടും ആ ഗർവത്തോടു കൂടി, കാരണം 3ാമത്തെ മന്ത്രം മുതൽ ഇപ്പം നമ്മൾ 9ാമത്തെ മന്ത്രമായി, ഇതുവരെ അശ്വലന് പരാജയം മാത്രമാണ്. അപ്പോൾ അശ്വലൻ പരാജയം സമ്മതിക്കാതെ വീണ്ടും ചോദിക്കുകയാണ്. എന്താണ്? യാജ്ഞവൽക്യ ഇതി ഹോവാച. യാജ്ഞവൽക്യ മഹർഷിയോടായിക്കൊണ്ട് അശ്വലൻ്റെ അടുത്ത പ്രശ്നം എന്താണ്? കദിഭിഹി അയം അദ്യ ബ്രഹ്മ യജ്ഞം ദക്ഷിണതഃ ദേവതാഭിഹി ഗോപായതി ഇതി. അവിടെ വരെ അശ്വലൻ്റെ ചോദ്യമാണ്. നിങ്ങൾ മനസ്സിലാകാനോ എന്തെങ്കിലും ബ്രാക്കറ്റിൽ അശ്വല ഉവാചാന്നോ എന്തെങ്കിലും പിന്നീട് നോക്കുമ്പോൾ ഓർക്കണോ ഏതാണ്, എവിടെ വരെയാണ് ചോദ്യം. കദിഭിഹി അയമദ്യ ബ്രഹ്മ യജ്ഞം ദക്ഷിണതഃ ദേവതാഭിഹി ഗോപായതി ഇതി. അവിടെ വരെ അശ്വലൻ. അടുത്ത് ഏകയാ മുതൽ യാജ്ഞവൽക്യ മഹർഷി. അപ്പോൾ യാജ്ഞവൽക്യ മഹർഷിയോട് ചോദിക്കുകയാണ് എന്താണ്? ബ്രഹ്മ. ബ്രഹ്മ എന്ന് പറഞ്ഞാൽ എഴുതിക്കോളൂ. ബ്രഹ്മ നമ്മൾ പഠിച്ചതാണ് അല്ലേ? ബ്രഹ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രിവേദി, 3 വേദങ്ങളും പൂർണ്ണമായും അറിയാവുന്നയാൾ, അല്ലെങ്കിൽ അഥർവണ വേദശാഖയുടെ മുഖ്യ പുരോഹിതൻ അല്ലേ? ബ്രഹ്മ എന്ന വാക്കിന് ചതുർമുഖ ബ്രഹ്മാവോ സാക്ഷാൽ സച്ചിദാനന്ദ ബ്രഹ്മനോ അല്ല. ഇവിടെ ബ്രഹ്മ എന്ന് വെച്ചാൽ എന്താണ്? എന്നെങ്കിൽ ത്രിവേദി അല്ലെ, ത്രിപാഠി എന്നും പറയും അവരെ, ത്രിവേദി എന്നും പറയും. അതായത് ഋഗ്യജു സാമ 3 വേദങ്ങൾ. അതായത് ത്രേതായുഗത്തിൽ ഈ 3 വേദവുമായിരുന്നല്ലോ പ്രചാരത്തിൽ ഉണ്ടായിരുന്നത്. പിന്നെ അടുത്ത യുഗം എത്തിയപ്പോഴാണ് നമ്മുടെ കൃഷ്ണദ്വൈപായനൻ അല്ലേ മഹർഷി അത് 4ാമതായി അതിനെ ക്രോഡീകരിച്ചത്. അപ്പം നമ്മളിപ്പോൾ പഠിക്കുന്നത് ജനക മഹാരാജാവിൻ്റെ കാലഘട്ടമാണ് അല്ലേ? ത്രേതായുഗമാണ്. അതുകൊണ്ട് ഇവിടെ ബ്രഹ്മൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ ത്രിവേദി, പിന്നെ അത് കഴിയുമ്പോൾ
അതിനുശേഷം ബ്രഹ്മ എന്ന് പറയുന്നത് അഥർവണവേദിയാണ്. അല്ലേ, മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? അപ്പം അഥർവണ വേദത്തെയാണ് അശ്വലൻ അടുത്തതായി യാജ്ഞവൽക്യ മഹർഷിയോട് ചോദിക്കുന്നത്. അപ്പോൾ ഋഗ്വേദം കഴിഞ്ഞു, യജുർവേദം കഴിഞ്ഞു, ഇവിടെ സാമവേദം ചോദിക്കുന്നില്ല. അടുത്ത 10ാമത്തെ മന്ത്രത്തിലാണ് സാമവേദം വരുന്നത്. അപ്പോൾ 9ാമത്തെ മന്ത്രത്തിൽ അഥർവണ വേദ യജ്ഞത്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അല്ലേ, പണ്ട് ഇത് 3 വേദങ്ങളിലും കൂടെ കൂട്ടിക്കിടക്കുകയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ത്രിവേദി എന്ന് പറഞ്ഞത്. അപ്പം ഈ ബ്രഹ്മ എന്ന് പറഞ്ഞാൽ മുഖ്യ പുരോഹിതൻ, 3 വേദങ്ങളുടെയും യാഗങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്ന മുഖ്യ പുരോഹിതൻ. 3 വേദങ്ങളുടെയും യാഗങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്ന മുഖ്യ പുരോഹിതൻ, അവരെയാണ് ബ്രഹ്മ. ഇത് നമ്മൾ ഓൾറെഡി എഴുതിയതാണ് കേട്ടോ, എടുത്ത് നോക്കണം. 6ാമത്തെ മന്ത്രം. ഓക്കെ. അപ്പോൾ ആ മുഖ്യ പുരോഹിതനായിരിക്കുന്ന ബ്രഹ്മ, അദ്ദേഹത്തിനെ വിളിക്കുന്ന പേരാണ് ബ്രഹ്മ എന്ന്, മുഖ്യ പുരോഹിതൻ. അപ്പം പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി നമ്മൾ സാമസ്രവ എന്ന് വിളിച്ചില്ലേ യാജ്ഞവൽക്യ മഹർഷി, സാമവേദം പഠിക്കുന്ന ശിഷ്യനെ? അതുപോലെ തന്നെ 3 വേദവും അറിയാവുന്ന മുഖ്യ പുരോഹിതനെ എന്ത് വിളിക്കുന്നു ഇവിടെ? ബ്രഹ്മ എന്നാണ് അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ. ഇപ്പം നമ്മൾ തന്ത്രി എന്നൊക്കെ പറയില്ലേ, അതുപോലെ അത് ടൈറ്റിലാണിത്, അത് ബ്രഹ്മ എന്നുള്ളത്. അപ്പോൾ ഈ ബ്രഹ്മ, അപ്പോൾ ഒറ്റ വാക്കിൽ യാജ്ഞവൽക്യ മഹർഷി നമുക്ക് മനസ്സിലായി ഏത് വേദത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അശ്വലൻ അടുത്ത പ്രശ്നം ഉന്നയിക്കുന്നതെന്ന് മനസ്സിലായി. കതിഭിഹി അയമധ്യ ബ്രഹ്മ യജ്ഞം ദക്ഷിണതഃ ദേവതാഭിഹി ഗോപായതി ഇതി. അതായത് ഈ ബ്രഹ്മൻ എന്നയാള് അല്ലേ, അല്ലെങ്കിൽ മുഖ്യ പുരോഹിതനായ ബ്രഹ്മ യജ്ഞയാഗാദികൾ ചെയ്യുമ്പോൾ, എഴുതിക്കോളൂ, ആ ചോദ്യം എഴുതിക്കോളൂ, ഉത്തരം നമുക്ക് നാളെ പഠിക്കാം. ബ്രഹ്മൻ അല്ലെങ്കിൽ മുഖ്യ പുരോഹിതൻ, ബ്രഹ്മൻ എന്ന് മനസ്സിലായല്ലോ. ഇപ്പോൾ ബ്രഹ്മൻ യജ്ഞയാഗാദികൾ ചെയ്യുമ്പോൾ വലതുഭാഗത്തേക്ക് ആഹൂതികൾ അർപ്പിക്കുമ്പോൾ ആ ആഹൂതികളെ സ്വീകരിക്കുന്ന ദേവത ആര്? ആ ആഹൂതികളെ സ്വീകരിക്കുന്ന ദേവത ആര്? ഒന്നുകൂടെ പറയാം. ഈ ബ്രഹ്മൻ എന്നയാൾ യാഗം ചെയ്യുകയാണ് അല്ലേ, അത് ഋക്കജു സാമ അഥർവണത്തിലെ മന്ത്രങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് അതിനെ ആലംബനമാക്കി ഈ മുഖ്യ പുരോഹിതൻ യാഗം ചെയ്യുകയാണ്. അപ്പോൾ ഈ യാഗം ചെയ്യുമ്പോൾ എന്താണ്? അദ്യ ബ്രഹ്മ യജ്ഞം ദക്ഷിണതഃ ദേവതാഭിഹി. ഇവിടെ ദക്ഷിണ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഈ സംഖ്യാദക്ഷിണ അല്ല, പണമല്ല കേട്ടോ. ഇവിടെ ദക്ഷിണ എന്ന് പറഞ്ഞാൽ ആഹൂതിയാണ് കേട്ടോ. കാരണം അതൊക്കെ ആഹൂതികളൊക്കെ ദക്ഷിണയായിട്ട് സമർപ്പിക്കുകയാണല്ലോ ദേവതയ്ക്ക് അല്ലേ. പത്രം, പുഷ്പം, ഫലം, തോയം ഇതെല്ലാം ദക്ഷിണയാണല്ലോ. അല്ലാണ്ട് നമ്മളിപ്പോൾ പറയുന്ന ദക്ഷിണ എന്ന് പറഞ്ഞാൽ ഒറ്റ അർത്ഥമായി മാറി ചുരുങ്ങിയിരിക്കുകയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. ദക്ഷിണ എന്ന് പറഞ്ഞാൽ സംഖ്യാദക്ഷിണയായി മാറി. അതല്ല, ഇവിടെ ദക്ഷിണ എന്ന് പറഞ്ഞാൽ ആഹൂതി, എല്ലാം ദക്ഷിണയാണ്. നമ്മൾ ഇപ്പം നെയ്യ് ഒഴിച്ചോട്ടെ, അതും നമ്മുടെ സമർപ്പണം. ദക്ഷിണ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സമർപ്പണം. മമ ഉപാത്ത സമസ്ത ദുരിതക്ഷയദ്വാര അല്ലേ, ദേവതാ പ്രീത്യർത്ഥം മമ ദക്ഷിണ സമർപ്പയാമി എന്നാണ് പറയുക. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും സങ്കല്പമൊക്കെ യാഗം നടക്കുമ്പോൾ, യജ്ഞം നടക്കുമ്പോൾ. ജംബുദ്വീപേ ഭരതവർഷേ ഭാരതഖണ്ഡേ അല്ലേ, കലിയുഗേ പ്രഥമവാധേ ഇത്യാദികളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം അതിൽ പറയും മമ ഉപാത്ത സമസ്ത ദുരിതക്ഷയദ്വാര അല്ലേ,
എന്നാൽ കഴിയും വിധം ഞാൻ എൻ്റെ ദക്ഷിണ സമർപ്പിക്കുന്നു. എന്തിനാണ്? സമസ്ത ദുരിതക്ഷയം, എല്ലാ ദുരിതങ്ങളും മാറണേ എന്നും പറഞ്ഞുള്ള സങ്കല്പം. അപ്പോൾ അതിൽ നമ്മൾ ഒരു നാണയം ആയിക്കോട്ടെ, ഒരു പഴം ആയിക്കോട്ടെ, നെയ്യ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമ്മൾ സമർപ്പിക്കുന്ന എല്ലാ ആഹൂതിയും ദക്ഷിണയാണ്, സമർപ്പണമാണ്. അപ്പോൾ ദക്ഷിണ എന്ന് ഉദ്ദേശിക്കുന്നത് സമർപ്പണം എന്നാണ് ഇവിടെ, അല്ലേ? അപ്പോൾ ആ സമർപ്പണം അങ്ങനെയാണ് നമ്മൾ സമർപ്പിക്കുന്ന, ആഹൂതിയായിട്ടാണ് സമർപ്പിക്കുന്നല്ലേ. അത് ഏത് ദേവതയാണ്? അതാണ് ദേവതാഭിഹി ഗോപായതി. ഏത് ദേവതയാണ് അത് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഗോപനം എന്ന് വെച്ചാൽ സംരക്ഷണം, അല്ലേ? ദേവത അത് സ്വീകരിച്ച് നമ്മൾ സമർപ്പിക്കുന്ന ആഹൂതി ദക്ഷിണയെല്ലാം സ്വീകരിച്ച് അതിൻ്റെ ഫലം നൽകുന്നതാര്? ഏത് ദേവതയാണ് അത് സ്വീകരിക്കുന്നത്, ഫലം നൽകുന്നത്? അതാണ് ചോദ്യം. അതിന് മറുപടി യാജ്ഞവൽക്യ മഹർഷി പറയുന്നത് നമുക്ക് നാളെ കാണാം. ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ നാളെ കാണാം, അറിയില്ല. ഇങ്ങനെ അത്രയും പ്രകൃതി വളരെ മോശമായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ, ഗംഗാമയ്യായുടെ കൃപയുണ്ടെങ്കിൽ നമുക്ക് നാളെ ക്ലാസ് തുടരാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. യൂട്യൂബ് ഒന്ന് അക്കൗണ്ട് ശരിയായ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ നാളെയോ ഈ ആഴ്ചയ്ക്കുള്ളിൽ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം നമോ നാരായണായ. നമുക്കൊന്നുകൂടെ ചൊല്ലാം അല്ലേ? 9ാമത്തെ മന്ത്രം ഒന്നുകൂടെ ചൊല്ലി മംഗളാചരണം ചൊല്ലി നിർത്താം. യാജ്ഞവൽക്യ ഇതി ഹോവാച കതിഭിഃ അയമദ്യ ബ്രഹ്മ യജ്ഞം ദക്ഷിണതഃ ദേവതാഭിഃ ഗോപായതി ഇതി ഏകയാ ഇതി കഥമാ സ ഏക ഇതി മന ഏവ ഇതി അനന്തം വൈ മനഃ അനന്താ വിശ്വേ ദേവാഃ അനന്തമേവ സ തേന ലോകം ജയതി. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സമ്പ്രദായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.